സീസണാണല്ലേ, ഇനി നമുക്ക് ധാരാളമായിട്ട് മാങ്ങ കിട്ടുന്നതാണ്. മാങ്ങ തൊലി ഒന്നും നിങ്ങൾ ഇനി കളയരുത് കേട്ടോ. അതിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ടിപ്സാണ് ഞാൻ കളക്ട് ചെയ്ത് വന്നേക്കുന്നത്. ഉണക്കി ബുദ്ധിമുട്ടി ഉപ്പിലിട്ട് അതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് മാങ്ങ നല്ല അടിപൊളിയായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാഴയിൽ വെറുതെ ഉണക്കി കളയരുത്. കുറച്ചധികം നല്ല ടിപ്സുകൾ കളക്ട് ചെയ്ത് വന്നതിന് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. കാസറോളിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 വീഡിയോ ഞാൻ ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ നല്ല നല്ല ടിപ്സുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. കുറേ പേരത് കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞതാണ്, ചെയ്തു നോക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കാം. കാണാൻ ആഗ്രഹമുള്ളവർ അതിൽ പോയി കാണാം കേട്ടോ. ഇതിൽ നമ്മൾ ചൂടാറാതെ നമ്മൾ ഫുഡ് വെക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതിൻ്റെ അടിഭാഗത്ത് ഒട്ടിപ്പിടിക്കുക, അതുപോലെ പെട്ടെന്ന് ചീത്തായി പോകുക എന്നുള്ള ഒരു എന്താണെന്ന് വെച്ചാൽ 2 3 ഇപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ 2 3 ഇങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലാകും. ഇപ്പോൾ ഇടിയപ്പം ആണെങ്കിലും പത്തിരി ആണെങ്കിലും താഴെ ഇരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ തുണിയൊക്കെ വെക്കുന്നതിനേക്കാളും ബെറ്റർ ഇതുപോലെ സ്പൂണുകൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ചപ്പാത്തി ആകട്ടെ പത്തിരി ആകട്ടെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇടിയപ്പം നമുക്ക് ഇതുപോലെ വെക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ചപ്പാത്തിയും പത്തിരിയും അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്താൽ രാത്രി ആയാലും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഒരു സ്പൂൺ നമുക്ക് എത്രത്തോളം ഉണ്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ ഒരു സ്പൂൺ കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ കറിയൊക്കെ ഇതുപോലെ കുറച്ച് കറിയൊക്കെ ബാക്കി വന്നു, അല്ലെങ്കിൽ കുറേ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്കിപ്പം ചാറ് കുറവായിട്ടുള്ള തേങ്ങ അരച്ച ചമ്മന്തി, ഇപ്പോൾ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കുന്ന ചമ്മന്തിയൊക്കെ നമുക്ക് രണ്ടാമത് ചൂടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും, അത് വറ്റിപ്പോകും. ഇപ്പോൾ കറികളാണെങ്കിലും അതിൻ്റെ ആ ഒരു ഗ്രേവി വറ്റിപ്പോകുന്നത് നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. കാസറോളിലേക്ക് ഇതുപോലെ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷായിട്ട് കഴിക്കുന്ന ആ ഒരു കറിയുടെ ഒരു ടേസ്റ്റില്ലേ, നമ്മളിപ്പോൾ ചൂടാക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും, അതിൻ്റെ മസാലകൾക്കൊക്കെ വ്യത്യാസം വരും. ഇപ്പോൾ തേങ്ങ അരച്ചതാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇത് നോക്കിക്കേ, ഇപ്പോൾ തന്നെ നല്ല പോലെ തന്നെ എണ്ണ തെളിഞ്ഞ് വന്നേക്കുന്ന കണ്ടില്ലേ, നല്ല പോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറികളൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. കുറേ കറികളുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം, പക്ഷേ ഏറ്റവും ഉപകാരം ഇതുപോലെ കുറച്ച് മാത്രം ഉണ്ടാകുമ്പോഴാണ് കേട്ടോ. ഇനി നമ്മൾ എന്താണ് പറയുക, രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി ഒന്ന് ഫ്രഷാക്കി എടുക്കണമെങ്കിൽ ഈ ഒരു കറി ചൂടാക്കാനായിട്ട് നമ്മളിങ്ങനെ വെക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തി എന്നല്ല ഏതൊരു സാധനം, പുട്ട്, ഇടിയപ്പം, പത്തിരി, എന്തൊരു സാധനമോ അപ്പം ആകട്ടെ എന്തോ ആകട്ടെ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ആവി കയറ്റി വേറെ പാത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് അറ്റ് ദ ടൈം 2 കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. നമ്മൾ അടപ്പിൽ വെച്ച് ചെയ്യുന്നതിനേക്കാളും ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ കറിയും ചൂടായിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ചപ്പാത്തിയും ഫ്രഷായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ. ഒരു 5 10 മിനിറ്റ് നമ്മളതവിടെ മാറ്റി വയ്ക്കണം, എന്നാൽ മാത്രമേ അത്രയും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാസറോള്, നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ല് മാറ്റാനായിട്ട്, ബാഡ് സ്മെല്ല് എന്നല്ല അതിൻ്റെ ഒരു സ്മെല്ല്, ഇപ്പോൾ ചപ്പാത്തി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചപ്പാത്തിയുടെ മണം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. നമ്മൾ എത്ര കഴുകിയാലും വെയിലത്ത് വെച്ചാലും ഒക്കെ അങ്ങനെ ഉണ്ടാകും. നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കണേല്ലേ. അപ്പോൾ നമ്മളിത് ഉപയോഗിച്ച് രാത്രി കിടക്കുമ്പോൾ കഴുകിയതിന് ശേഷം ഒരു പഞ്ഞി എടുക്കുക, അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു പഞ്ഞി നമുക്ക് 2 ആഴ്ചത്തോളം നമുക്ക് ഇത് ഉപയോഗിക്കാം, റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ ദിവസവും പഞ്ഞിയെടുത്ത് ഉപ്പ് ഇതുപോലെ വെക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഈ ഒരു ഇതുപോലെ കിഴി പോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ രാത്രി നമ്മൾ കഴുകി തുടച്ച് വെക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉപ്പും പഞ്ഞിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. യാതൊന്നും ഇപ്പോൾ ഇന്ന് ചപ്പാത്തി ആണെങ്കിൽ നാളെ അപ്പമായിരിക്കും, അങ്ങനെ മാറിയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ യാതൊരു സ്മെല്ലും അതിലുണ്ടാവില്ല. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എഫക്റ്റീവ്
എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ്. നമ്മൾ തീപ്പെട്ടി ഇടുന്നതോ അല്ലെങ്കിൽ നമ്മൾ കടലാസ് കത്തിച്ചിടുന്നതിനേക്കാളൊക്കെ ബെറ്റർ അതാണ്. അതുപോലെ നമ്മൾ കുറച്ച് നാൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ചൂട് നിൽക്കുന്നത് വളരെ കുറവായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് ഏറ്റവും നല്ലൊരു അടിപൊളി ടിപ്പാണ് നല്ല തിളച്ച വെള്ളം ഒരു 5 മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം, പഴയ കാസറോളാണ് ഞാൻ പറയുന്നത്, നമ്മൾ കുറേ ഉപയോഗിച്ച് നമുക്കിതൊന്നും കളയാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ പഴയതാകുമ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ചൂട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല തിളച്ച വെള്ളം ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം അത് കളഞ്ഞതിന് ശേഷം നമ്മൾ വെക്കേണ്ടത് എന്താണോ അത് നമുക്ക് വെക്കാവുന്നതാണ്. അത് വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു തുണി കൊണ്ട് തുടച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇടിയപ്പമൊക്കെ വെക്കുമ്പം അതിൻ്റെ അടിഭാഗത്തുള്ള 2-3 ഇടിയപ്പമെങ്കിലും ചീത്തായി പോകുമല്ലോ. അപ്പോൾ വാഴയില ഇതുപോലെ പുട്ടാണെങ്കിലും ഇടിയപ്പമാണെങ്കിലൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ വാഴയില ഇതുപോലെ അടിയിൽ വെച്ചതിന് ശേഷം നമ്മൾ വെക്കുകയാണെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കുമെന്നുള്ള പ്രശ്നമില്ല, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. രാത്രി വരെയും ഇത് ഫ്രഷ് ആയിട്ട് ഇരുന്നോളും കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വാഴയില ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ വാഴയില. ആ ഒരു വാഴയില ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. രാത്രി ആയാലും നല്ല ഫ്രഷ് ആയിട്ട് നല്ല ടേസ്റ്റോടു കൂടി അതിൻ്റെ ആ ഒരു ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ പുട്ട് വെക്കുമ്പോഴും ഇതുപോലെ തന്നെ വെക്കുക. നമുക്ക് സ്പൂണൊന്നും വെക്കാനായിട്ട് സാധിക്കില്ലല്ലോ, തുണി വെക്കാൻ സാധിക്കില്ല. അപ്പം തുണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കഴുകാനും ഇതാക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമുക്കിപ്പം മാങ്ങാ സീസണാണ്. നമുക്കിനി അടുത്ത വർഷം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പല ടിപ്പുകളുണ്ട്. അതിൽ വളരെ വളരെ ഈസി ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കിടിലൻ ടിപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ ഇവിടെ 1 കിലോ മാങ്ങയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ മാങ്ങ ആയി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഞാൻ ഓൾമോസ്റ്റ് കുറേ മാങ്ങ ഞാൻ ഇതുപോലെ ചെയ്ത് വെക്കാറുണ്ട്. ഒരു വർഷത്തോളം അത് അവിടെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇതുപോലെ കേടായ മാങ്ങകളൊന്നും എടുക്കരുത്. നല്ല ഇതായിട്ടുള്ള മാങ്ങ, കേടായ മാങ്ങകൾ നമ്മൾ അപ്പം തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി ഇതെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കറിക്കൊക്കെ ഇടുന്ന ആ ഒരു രീതിയിൽ ഇതൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. നിങ്ങളെങ്ങനെയാണോ കറിക്ക് ഇടുന്നത് ആ ഒരു രീതി, ഈ ഒരു ഇതായിരിക്കും കൂടുതൽ ബെറ്റർ. അത് ഫുള്ള് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ നമുക്ക് എത്രത്തോളമാണോ വെള്ളം വേണ്ടത് അത്രത്തോളം എടുക്കുക. മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവും കൂട്ടണം. അതിലേക്ക് നമ്മളൊരു 3-4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 1 കിലോയിൽ ആ ഒരു മാങ്ങ പോയിട്ടുണ്ട്. ബാക്കി മാങ്ങയ്ക്കാണ് ഞാനീ പറഞ്ഞ 4 ടേബിൾ സ്പൂൺ നമ്മളുടെ പഞ്ചസാര ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഫുള്ളായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമ്മൾ ഉണക്കാനോ അല്ലെങ്കിൽ ഉപ്പിലിടാനോ ഒന്നും നിൽക്കേണ്ട. അതുപോലെ നമ്മൾ ഉപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കറിയിലിടുന്നത് പല കറിക്കും എന്താണ് പച്ചമാങ്ങ ഇടുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ വേണമല്ലോ. അങ്ങനെ വേണ്ട സാഹചര്യത്തിൽ നമുക്കിതുപോലെ ചെയ്ത് വെക്കാം. ഉപ്പുമാങ്ങ എന്ന് പറയുമ്പോൾ ഉപ്പുമാങ്ങേൻ്റെ വേറൊരു ടേസ്റ്റാണ്, പച്ചമാങ്ങ എന്ന് പറയുമ്പോൾ വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ 1.5 ടേബിൾ സ്പൂണോളം 1.5 കൈയിലോളം ഞാനിവിടെ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ച് വെക്കുക കേട്ടോ. നമുക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചമാങ്ങ ഉണ്ടാക്കുന്നത് പോലെ ആകൂല ഉപ്പിലിട്ട മാങ്ങ ഇട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നത്. എല്ലാത്തിനും വ്യത്യസ്തമായ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പച്ചമാങ്ങ കൂടുതലായിട്ട് വേണമെങ്കിൽ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മാത്രം മതി നിങ്ങൾ കേട്ടോ. ഇപ്പോൾ ഗൾഫിലൊക്കെ പോകുന്നവർക്കും വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു മെത്തേഡാണിത്. നമ്മൾ കൂടുതലൊന്നും പ്രോസസ്സ് ചെയ്തോ കൂടുതൽ ബുദ്ധിമുട്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊന്ന് നമ്മളൊരു 15 മിനിറ്റോളം ഞാനിതിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് വെള്ളം ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ തന്നെ ഡ്രൈ ആയെടുക്കുക. നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ കൈ ടച്ച് ചെയ്യാണ്ട് നോക്കുക കേട്ടോ. കൈ അധികം ടച്ച് ചെയ്യാതെ തന്നെ നമ്മളിത് എല്ലാ പ്രോസസ്സും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ല കോട്ടൺ തുണി, നല്ല ക്ലീൻ ആയിട്ടുള്ള തുണിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലുള്ള വെള്ളം ഊറ്റി ഒരു 10-15 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ
നല്ല പോലെ തന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു കോട്ടൺ തുണി കൊണ്ട് നല്ലതുപോലെ ഒപ്പിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാഴയില വേണം. വാഴയില നല്ലതുപോലെ വാട്ടിയെടുക്കണം കേട്ടോ. നമ്മൾ എന്താ പറയുക, അടപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി, ഞാൻ അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. അത് നല്ലപോലെ വാട്ടിയെടുത്തതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. നമ്മൾ നിരത്തിയിട്ട് ഫുള്ള് ഒരു തരി വെള്ളമില്ലാതെ തന്നെ നമ്മളിത് എടുക്കണം. അത് മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഈ നമ്മൾ ചെയ്യുന്നതിൽ അതിൽ പൂപ്പൽ വരാനും പെട്ടെന്ന് കേടുവരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. വലിയ പാത്രം വേണമെങ്കിൽ വലിയ പാത്രം എടുക്കുക. ഇത്തിരി പരന്ന പാത്രം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ. എന്നിട്ട് വാഴയില നല്ലപോലെ വാട്ടിയതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഈ നമ്മൾ തുടച്ച് നല്ലപോലെ തന്നെ ഒട്ടും ഒരു തരി പോലും വെള്ളമില്ലാത്ത മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ കൈ തൊടാതെ ശ്രദ്ധിക്കുക. ഇത് നമുക്ക് കറണ്ട് പോകുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ദിവസത്തോളം ഫ്രിഡ്ജിൽ വെക്കുമ്പം ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിലും ഇതൊന്നും ചീത്താവില്ല കേട്ടോ. 1-2 ദിവസം ഇരുന്നാലും ഇത് ചീത്താവില്ല. ഇപ്പം നമുക്ക് പെട്ടെന്ന് കറണ്ട് പോയി ഇത് ചീത്തായി പോകുന്നുള്ള യാതൊരു ടെൻഷനും വേണ്ട. നമ്മൾ പഞ്ചസാരയും അതുപോലെ തന്നെ വിനാഗിരിയും എത്രത്തോളം പ്രിസർവേറ്റീവ്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ, ഹോം റെമഡിയാണ്. അപ്പോൾ അതിൻ്റെ മേളിലേക്ക് ഒരു വാഴയില കൂടി വാട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നില്ല, താഴെ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഫ്രീസറിൽ വെക്കുമ്പോൾ നമ്മൾ പിന്നെ ഐസ് പോകാനൊക്കെ കാത്തു നിൽക്കണം. അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമുക്ക് ഇനിയുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ചൂടുകുരു എന്ന് പറയുന്നത് അല്ലേ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും അതിന് അടിപൊളി ഒരു സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വാഴയില എടുക്കുന്നുണ്ട്, അത് കിളിന്തായിട്ടുള്ള വാഴയില എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാഴയില നല്ലതുപോലെ ക്ലീൻ ചെയ്യണം കേട്ടോ. അതിലൊരു പൊടി പോലത്തെയും അതുപോലെ പൊടിയൊക്കെ ധാരാളമായി പിടിക്കും. അതുപോലെ മാറാല ചെറുപ്രാണികളൊക്കെ ഉണ്ടാകും. അത് നമ്മൾ വെച്ചുകൊണ്ട് നമ്മൾ മേത്ത് തേക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഉപദ്രവമായിട്ട് വരും. സ്കിന്നിന് വളരെ അലർജി വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം അതുപോലെ തന്നെ നമ്മൾ പൗഡറൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും ഇതുപോലുള്ള ഹോം റെമഡി ഉപയോഗിക്കുന്നത് നല്ലത്. അടുത്തായിട്ട് നമ്മൾ മാങ്ങ തൊലിയാണ് എടുത്തേക്കുന്നത്. മാങ്ങയുടെ തൊലി ഒരു 3-4 എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ എഫക്റ്റീവാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് ചെയ്ത് നോക്കി 100% നല്ല റിസൾട്ട് കിട്ടിയതാണ്. അടിപൊളി റിസൾട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട്. അതിൽ അരയാത്ത ഭാഗങ്ങൾ എടുത്ത് കളയുക. ഇതുപോലെ നിങ്ങൾക്ക് തേക്കണം എങ്കിൽ തേക്കാം. ഇത് നമ്മൾ സ്കിന്നിൽ തേക്കുമ്പം യാതൊന്നും അറിയില്ല, അത് പെട്ടെന്ന് തന്നെ വലിഞ്ഞു പോകുന്നതാണ്. നിങ്ങൾക്ക് ഇനി പാക്ക് പോലെ ഇടണമെങ്കിൽ കുറച്ച് നമ്മളുടെ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ചേർത്തിട്ട് പാക്ക് പോലെ നല്ലതുപോലെ ഇട്ടൊരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇത് ഇടുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് വലിഞ്ഞു പോകും. ദിവസത്തിലൊരു 2 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ചൂടുകുരു ചുങ്ങി ഉണങ്ങി പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നല്ല റിസൾട്ടാണ്. ചൊറിച്ചലോ പുകച്ചലോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ചൂടുകുരു മാറ്റാനായിട്ട് സാധിക്കും. നമ്മൾ പൗഡറൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ സൈഡ് എഫക്റ്റ് നമ്മളെ സ്കിന്നിനൊക്കെ ഉണ്ടാവും. അതൊന്നും ഇല്ലാതെ ഹോം റെമഡി ആയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി മാങ്ങാ തൊലി ഒന്നും കളയേണ്ട കാര്യമില്ല. അടിപൊളി ടിപ്പാണ് കേട്ടോ. കുട്ടികൾക്കും ഇത് ചെയ്തു കൊടുക്കാവുന്നതാണ്. വളരെ ചെറിയ കുട്ടികൾക്കൊന്നുമല്ല, 2 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ. വളരെ പൊടിയായിട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കരുത്. മാങ്ങാത്തൊലി വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ വാഴയിലയും. എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ റിസൾട്ടും വളരെ നമുക്ക് ചെയ്യാൻ പറ്റിയ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ടിപ്സുകളായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു മാങ്ങ നമ്മൾ ഇതുപോലെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ എടുത്ത് കറികളിൽ ഇടാനായിട്ട് വളരെ എളുപ്പത്തിൽ കഴിയും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.